ഇത്രയും വിവരമാണ് മുതലാളി കിട്ടിയത്? അങ്ങനെ വരാൻ ന്യായമില്ല. ഇങ്ങനെ ഒരു അമ്മാവിനെയും മകനെയും കുറിച്ച് കേട്ടറിയൂലല്ലോ. ഞാൻ അന്വേഷിച്ചാ മുതലാളി. 10-15 കൊല്ലം മുമ്പേ നാട് വിട്ടുപോയതാണെന്നാ എല്ലാരും പറയുന്നത്. എളുപ്പം കാര്യം സാധിക്കാമെന്ന് കരുതിയപ്പോ തടസ്സം കൂടുകയാണ്. പോകുന്ന വഴിക്ക് മരം വീണാലും ആനയെ കൊണ്ട് തട്ടി നീക്കാറില്ലേ മുതലാളി? ആ തടസ്സം നീക്കാൻ ഞങ്ങൾ മതി. ഏതായാലും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വല്ലതും ചെയ്താൽ മതി. ചാക്കോ, ഓഫീസിൽ ചെന്നിട്ട് അക്കൗണ്ടിനോട് കൊണ്ട് വരാൻ പറയും. എന്തോ? ഗിരിജയുടെ അമ്മാവന്റെ മകൻ വന്നു എന്ന് പറയുന്നത് സത്യമാണോ? പച്ച വെള്ളം പോലെ സത്യമാണ് മുതലാളി. അവരെപ്പോഴാ തിരിച്ചു പോകുന്നത്? അതെങ്ങനെയാ മുതലാളി അവർ തിരിച്ചു പോകുന്നത്? അവർ ജോലി അന്വേഷിച്ച് വന്നല്ലേ. ഈട്ടിത്തടി പോലുള്ള 2 ചെറുപ്പക്കാര്, അതിനനുസരിച്ച് വണ്ണു, അതിനനുസരിച്ച് പൊക്കോ. ജാനകി പറഞ്ഞതാ. എന്തോ? നീ പോയി ആ ജാനകി വിളിച്ചോണ്ട് വാ. നൈറ്റ് ഡ്യൂട്ടിക്കാണോ മുതലാളി? ഡ്യൂട്ടി ഒക്കെ ഇവിടെ വന്നിട്ട് നിശ്ചയിക്കാം. നീ പോയി വിളിക്കോ. ഞാൻ വിളിച്ചോണ്ട്. ജാനകി വീട്ടിലല്ലേ? ഓ, ശവങ്ങള് കുടിക്കുന്ന കഞ്ഞിയിൽ മണ്ണ് വാരിയിടാ വരുന്നു. ഞാൻ പോയിട്ട് 2 മിനിറ്റ് വിളിച്ചോണ്ടായിരുന്നു മുതലാളി. ഒരു കഷ്ടമില്ല മുതലാളി. ഇന്ന് വേണ്ട. എന്താണ് മുതലാളിന്റെ ചോറല്ല അവള് നിന്ന്, പിന്നെ അവൾ വിളിച്ച വരാണ്ടിരിക്കും. ഞാൻ എപ്പോ വിളിച്ചോണ്ട് വരാം. അവർക്കും പ്രയാസം കാണില്ലേ? എന്നാ ഇവിടുത്തെ അടുത്ത ഷിഫ്റ്റിനാക്കല്ലേ? ഇവിടെ ഇരുന്നോടോ. ഇരിക്കൂ. ചേച്ചി, ചേച്ചി. റഹ്മാനോ? ബാപ്പ ഇതിവിടെ കൊണ്ടുതരാൻ പറഞ്ഞു. ഞാൻ പോട്ടെ. ശരി മോനെ. അവനാ കാക്കയുടെ മോനല്ലേ? അതെ. പെട്ടെന്ന് അകത്തേക്കൊന്നും കയറി വരുന്ന ടൈപ്പല്ലല്ലോ. അവൻ ഇന്ന് വരെ വീട്ടിനകത്തേക്ക് കയറിയിട്ടില്ല. ഏതായാലും നമ്മൾ സൂക്ഷിക്കണം. നീ അകത്തേക്ക് പോ. ഗോപാല, ഗോപാല. ഇതാര്? ചാക്കോച്ചനോ? എന്താ ഈ നേരത്ത്? ഗോപാലനില്ലേ? ആ മനുഷ്യൻ എപ്പോ വരും പോകുന്നൊക്കെ ആർക്കറിയാം. മൂക്കറ്റം കുടിച്ചിട്ടല്ലേ വന്ന് കേറുന്നത്. ഏതായാലും ഞാൻ കാത്തിരിക്കാം. കണ്ടിട്ടേ പോകുന്നുള്ളൂ. എന്റെ ചാക്കോച്ച, ആ മനുഷ്യൻ കേറി വരുമ്പോ ഒരു ബോധവും ഉണ്ടാവില്ല. അപ്പോ നമുക്കൊരവസരമായല്ലോ. എന്താ പറഞ്ഞത്? മുതലാളി 2 ദിവസമായി ടൗണിലാ. ഗോപാലം വരുമ്പോ ബോധവും ഉണ്ടാവില്ല. പിന്നെ ഞാനും ജാനകിയും. എനിക്ക് അതിനെ പറ്റി വെള്ളം അങ്ങ് വാങ്ങി വെച്ചത്. അകത്ത് ചൂലിരിപ്പുണ്ട്. അതിനു മുമ്പേ മാനം വേണമെങ്കിൽ പൊയ്ക്കോ. ജാനകി പോരാ പറഞ്ഞു. വന്നിരിക്കുന്നു എഴുന്നള്ളിക്കൊണ്ട്. വിറക് തീർന്നു പോയല്ലോ. എവിടേക്കാ? വിറകില്ല, കുറച്ച് വിറക് കിട്ടുമോ നോക്കാൻ പോവാ. ആ വെട്ടത്തി വിറകിന് ഞാൻ പോവാ. അയ്യോ, അത് ഒരു വിഷമവും പ്രയാസവും ഇല്ല. നേരെ ഇരുട്ടാൻ പോവുകയാണ്. ഗിരിയപ്പ പുറത്തേക്ക് ഇറങ്ങണ്ട. ഞാനിപ്പോ വരാം. ഗിരിജേ, ആരത്? പേടിക്കണ്ട, ഗോപാലേട്ടനാ. അല്ല, ഇതാര്? ഗോപാലേട്ടനോ? ആ ഗോപാലേട്ടൻ തന്നെ. അമ്മോന്റെ മോനാണല്ലേ? അച്ഛന്റെ പേരായ ആ കണ്ണ്, ആ മൂക്ക്. ഞാൻ അമ്മാവന്റെ മകന്റെ ഒരു കൂട്ടുകാരനാ, രാമു. അത് കണ്ടപ്പോഴേ തോന്നിയ കൂട്ടുകാരൻ തന്നെ. ഗോപാലേട്ട ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. ആ മോളകത്തേക്കല്ലേ? ഞങ്ങള്
ആണുങ്ങൾ തമ്മിൽ ഇച്ചിരി സംസാരിക്കട്ടെ. രാമു അല്ലേ? അപ്പൊ മനസ്സിലായി വരൂ. രാമു ഇങ്ങനെ വീട്ടിനകത്ത് തന്നെ അങ്ങനെ അടച്ചിരുന്നാൽ എങ്ങനെയാണ്? ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നടക്കണ്ടേ? അല്ല, ഇതുവരെ പോണമെന്ന് തോന്നിയില്ല. അപ്പോഴേ എനിക്കിന്ന് ഓഫാ. ഒന്ന് ആഘോഷിക്കണമെന്ന് വിചാരിച്ചപ്പോഴാണ് പെമ്പറന്നൂത്തി അയലത്ത് വീട്ടിൽ പോയത്. അല്ല, അത്യാവശ്യം പെരുമാറുന്ന കൂട്ടത്തിലാണല്ലോ അല്ലേ? എന്ത് പട്ട കിട്ടുമോ? ഇത് എന്ത് ചോദ്യം? അത് കിട്ടുമോ? കാശുണ്ടോ? അതൊക്കെ സംഘടിപ്പിക്കാന്ന്. വാ വാ ഗിരിജേ, മോളെ. ഞാൻ ഗോപാലേട്ടന്റെ കൂടെ ഒന്ന് പുറത്തിറങ്ങിട്ട് വരാം. രാമു വേഗം വാ, വാ. ഇപ്പൊ വരാ. ഗിരിജേ, ഗിരിജേ, ഏ രാമു എവിടെ? ഗോപാലേട്ടന്റെ കൂടെ പുറത്തേക്ക് പോയി. ഈ ഗോപാലേട്ടൻ എങ്ങനെയാ? നല്ല മനുഷ്യനാ. ഒഴിവ് ദിവസങ്ങളിൽ കുറച്ച് കുടിക്കും. അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യ. നിക്കടാ അവിടെ. നീ കുടിച്ചിട്ടുണ്ടോ? ചോദിച്ചത് കേട്ടില്ലേ? നീ കുടിച്ചിട്ടുണ്ടോന്ന്? ഒരിത്തിരി. എടാ, മനുഷ്യനായ ഒരല്പം വിവേകബുദ്ധി വേണം. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊലപ്പുള്ളിയാണ് നീ. പ്രായമായ ഒരു പെണ്ണും എഴുന്നേൽക്കാനാവാത്ത ഒരു അച്ഛനും മാത്രമുള്ള ഒരു വീട്ടിലാണ് നാം താമസിക്കുന്നത്. നാം നല്ലവരാണെന്ന ധാരണയിലാണ് ആ പെൺകുട്ടി നമുക്ക് അഭയം തന്നത്. ഇപ്പോൾ നീ വൃത്തികേടും കാണിച്ചുകൊണ്ടിവിടെ വന്നാൽ എന്താണ് അതിനർത്ഥം? എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. അബദ്ധം? മദ്യമാണ് നിന്നെ ഒരു കൊലപാതകയാക്കി മാറ്റിയത്. അതേ മദ്യം തന്നെ നിന്നെ പോലീസിനും കാണിച്ചു കൊടുക്കും. രാജു, ഇനി ഇത് ആവർത്തിക്കരുത്. ഇനി ഒരിക്കൽ കൂടി നീ മദ്യപിച്ച് ഈ വീട്ടിൽ കയറി വന്നാൽ അന്നായിരിക്കും നമുക്ക് പിരിയേണ്ടി വരിക. ഇല്ല, ഇനി ഇങ്ങനെ സംഭവിക്കില്ല. കാലിടറാതെ വേണം അകത്തേക്ക് പോവാൻ. ആ പെണ്ണിനൊരു സംശയം തോന്നിക്കൂടാ. വാ. രാമൂട്ടിന് ചോറെടുത്ത് വെക്കട്ടെ? വേണ്ട, രാമുന് നല്ല സുഖമില്ല. എന്തു പറ്റി? ഒന്നുമില്ല, ഒരു ചെറിയ തലകറക്കം പോലെ. നീ പോയിക്കോ, ഞാൻ ഇവനെ കിടത്തട്ടെ.